hope you all are doing good. ഇന്നത്തെ വീഡിയോ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ എടുക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ പ്രസാദിൻ്റെ ഫാക്ടറിയിൽ പൂജയാണ്, തുടങ്ങാൻ പോകണം. പുതിയ ഫാക്ടറിൻ്റെ ഇനോഗ്രേഷൻ പൂജയാണ് ഇന്ന്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം ലേറ്റായിരുന്നു, അപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഇൻട്രോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പരിപാടിന്ന്. ഓക്കെ, സോ നോട്ട് വേസ്റ്റിംഗ് എനി മോർ മിനിറ്റ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ പ്രസാദ് ഫാക്ടറിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇത്തിരി ദൂരെയാണ് കേട്ടോ ഫാക്ടറി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അത് കാരണം ഇത്തിരി ലേറ്റായി. ഇവിടുത്തെ പൂജ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. പ്രസാദിൻ്റെ നിമിഷം ഇരുന്നില്ല കേട്ടോ പൂജയിൽ, കാരണം വാവ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത് കാരണം അവർ ഇരിക്കില്ല എന്ന് വിചാരിച്ചു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം, പൂജ കഴിയണവരെ അവിടെ ഇരിക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ പൂജ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പണ്ഡിത്ത് വന്നിട്ട് തന്നെ പൂജ ചെയ്യുന്നത്. അവരെല്ലാം പറഞ്ഞിട്ടോ ഏത് രീതിയിലാണ് പൂജ ഉണ്ടാവുക, എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, അതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് ആദ്യം നേരത്തെ പറയും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാം റെഡിയാക്കി വെക്കും, അവർ വരും, പൂജ ചെയ്യും. ബട്ട് ഈ പൂജയിൽ നമ്മൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ നിമിഷയ്ക്ക് പറ്റില്ല, വാവ ചെറുത്, അത് കാരണം. സോ നിമിഷൻ്റെ മേമമാരാണ് ഇരിക്കുന്നത്, മീൻസ് അമ്മേൻ്റെ പെങ്ങന്മാരാണ് ഇരിക്കുന്നത് പൂജയിൽ. സോ ബാക്കി എല്ലാവരും എത്തി. നിമിഷം എത്തിയിട്ടില്ല, നിമിഷൻ്റെ വീട്ടിലാണ്, വന്നിട്ടില്ല ഇതുവരെയ്ക്കും. വാവയ്ക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അത് കാരണം വരുന്നെന്ന് വന്നിട്ടില്ല. സോ ഇവരാണ് പണ്ഡിത്ത്. ഓൾറെഡി ഒരു പൂജ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാക്ടറിയിലേക്ക് വന്നു കേട്ടോ. പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവന് ബോറടിക്കുന്നുണ്ടായിരുന്നു ഉള്ളിലിരുന്നിട്ട്, അപ്പോൾ അത് കാരണം പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ കൂടെ ഷൂട്ടും കൂടി ചെയ്യാമെന്ന്. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഗുജറാത്താണ് കേട്ടോ. ദോസ് ആർ ന്യൂ ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയണം, ഞാൻ പൂജ. എനിക്ക് 2 മക്കളാണ് കേട്ടോ. ഇത് ചെറിയവൻ അജ്ജു, മൂത്താല് ദേ അവിടെ പോകുന്നുണ്ട് ഒരാൾ. ഞാൻ പിന്നെ കാണിച്ചു തരാം. കാണുന്നവർക്ക് അറിയാം കേട്ടോ, ഞാൻ ആദ്യത്തെ വീഡിയോസിൽ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഗുജറാത്ത്, ഇന്ത്യയിലേക്ക്. എൻ്റെ ഫാമിലി തരാം. ഞാൻ ബോൺ ആൻഡ് ബോട്ടം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ബോൺ ആൻഡ് ബോട്ടം ഗുജറാത്തിലാണ്, വാപ്പി പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ 3-4 ദിവസം മുമ്പെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ട്രാവൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഞാൻ വന്നത് 2-3 days ആയി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ അതോടെ ഞാൻ എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തി തരാം. എനിക്കൊരു അനിയനാണ് കേട്ടോ, പ്രസാദ്. അവൻ്റെ ഫാക്ടറിൻ്റെ ഇനോഗ്രേഷനാണ് നടക്കുന്നത്. അപ്പോൾ വൈകി ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. മെയിൻ റീസൺ എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് അത് കാരണമാണ്. അത്ര വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല കേട്ടോ, ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. ഈ ഫാക്ടറി കാണിക്കാനും ഇതിൻ്റെ ഇനോഗ്രേഷൻ പ്ലസ് എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത്. സോ ഇപ്പോൾ ആരും ഇല്ല, എല്ലാവരും പൂജയിലാണ്. അവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. അവർ ഫ്രീ ആയിട്ട് പൂജയൊക്കെ കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് ഞാൻ അവരെല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. സോ ഇന്ന് ഇതാണ് കേട്ടോ ഞാൻ ഉടുത്തിരിക്കുന്നത്, വൈറ്റ് ആൻഡ് റെഡ് സാരിയാണ്. എൻ്റെ അടുത്ത് സാരി ഉണ്ടായിരുന്നില്ല, ഇതൊന്ന് മമ്മീൻ്റെ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നു ഓൾറെഡി സാരി ഉടുക്കണമെന്ന്, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മമ്മീൻ്റെ സാരി പൊക്കി. ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത ആൾ, അദ്വൈത്.
പൂജ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫാക്ടറിയുടെ ഉള്ളിൽ പ്രവേശം ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കലശം വെച്ചിട്ടും പിന്നെ പ്രസാദിൻ്റെ മോളുണ്ട് പ്രണീഷ, അവളുടെ കാൽപാദം വെച്ചിട്ട് കയറണമെന്ന് പറയണം. കാരണം ലക്ഷ്മിയാണ് പെൺകുട്ടികൾ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ കാൽപാദവും പിന്നെ കലശം ഒന്നിച്ച് വെച്ച് റൈറ്റ് ലെഗ് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറണം, അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൂജയൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞു. എല്ലാവരും ടയേർഡാണ്, ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇത്തിരി ക്ഷീണമൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇത്തിരി റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് എല്ലാവരും സ്നാക്സൊക്കെ കഴിച്ചു, ഇത്തിരി റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തത് ലഞ്ചിന് പോകണം, അതിന് കുറച്ച് സമയമുണ്ട്, അത് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് കേട്ടോ മെഷീൻസ് ഫാക്ടറികളുടെ. ഫാക്ടറിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഫാക്ടറിയൊക്കെ സ്റ്റാർട്ടായിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം കേട്ടോ. അതിന് ഇനിയൊരു പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് മെഷീൻ. എല്ലാവരും ഹോട്ടലിലേക്ക് എത്തിയിട്ടോ, പക്ഷേ ഇവിടെയും ക്യൂ ആണ്. ഞങ്ങൾ ഇത്തിരി നേരത്തെ എത്തി, അത് കാരണം അറിയില്ല, പക്ഷേ നല്ല തിരക്കാണ് ഹോട്ടലിൽ. ഞങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിവിടെ വന്ന് ഇരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് ബാക്കി വിവരം അത് കഴിഞ്ഞിട്ട് പറയാം. ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി എനിക്ക് ആരും പരിചയപ്പെടുത്തി തരാൻ പറ്റില്ല. ഇൻഫാക്റ്റ് ഹോട്ടലിൽ പോയതിന് ശേഷം കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അമ്മ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഷീസ് എ ടീച്ചർ. അപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ വരും ഒരു ഹാഫ് ആൻ അവർ, ഒരു 1:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് എടുത്തില്ല, കാരണം എല്ലാവരും ബിസി ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായിരിക്കും. അപ്പോൾ അത് കാരണം അതിൻ്റെ ഇടയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു എല്ലാവരും ഫ്രീ ആയതിനു ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്നാൽ എല്ലാവരും വീട്ടിലാണ്. അനിയന് വയ്യ, അവന് ഫീവറാണ്, അപ്പോൾ അവൻ വീട്ടിലാണ്. പിന്നെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം മമ്മി മാത്രമേ ഇല്ല. അപ്പോൾ അത് കാരണം മമ്മി വന്നിട്ട് മമ്മീനെ പരിചയപ്പെടുത്തി തരാം. ബാക്കി എല്ലാവരും വീട്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്, ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കട്ടെ അവൻ ഉറങ്ങുന്നുണ്ടോയെന്ന്, അതിനനുസരിച്ച് തിരിച്ചു വരാം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല, അത് കാരണമാണ് ഞാൻ ഈ ലാസ്റ്റ് വീഡിയോൻ്റെ കൂടെ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ അധികം അതിൽ ലെങ്തി പ്രോസസ്സാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വ്ലോഗ്. ആ ദിവസത്തിൽ പറഞ്ഞു ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറ്റിയില്ല, അത് കാരണമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കാരണം ആ വീഡിയോ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തത്. സോ ഇറ്റ് വോണ്ട് ബി എ ലോങ് വീഡിയോ, ഒരു 5-10 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും ഐ ഗെസ്. അത് കഴിഞ്ഞിട്ടും സോ ലെറ്റ്സ് സീ. അവനെ ഉറക്കാൻ കൊണ്ടുപോയി, അവൻ ഉറങ്ങി, കുറച്ച് നേരം ഉറങ്ങി കാലിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുതു. അപ്പോൾ ഞാൻ ഉറക്കിയില്ല, എന്തായാലും ലഞ്ചിൻ്റെ സമയമല്ല, അപ്പോൾ അത് കാരണം ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മമ്മി വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. മമ്മിക്ക് ലാസ്റ്റ് ഇയർ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് മമ്മി സ്കൂട്ടി ഓടിക്കാറില്ല. സോ പപ്പയാണ് കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ പപ്പ പോയി കൂട്ടിയിട്ട് വന്നു. ഞാൻ കാണിച്ചു തരാം എല്ലാവരെയും. ആസ് ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ല കേട്ടോ, എന്നാലും ഞാൻ കാണിച്ചു തരാം എല്ലാവരും. ഇതാണ് മമ്മി, ഇതെൻ്റെ അമ്മൂമ്മ, ഇത് എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മൂമ്മ. ആ സുന്ദരിക്കുട്ടി ആരാണ്? കാണിച്ചു തരൂ, ആരാണ് സുന്ദരിക്കുട്ടി? പാരു. അതാണ് എൻ്റെ അനിയൻ്റെ മോളാണ് പ്രനീഷ. എൻ്റെ സൂപ്പർ ഹീറോ ഇവിടെ ഇരിക്കുന്നു ഉറങ്ങാണ്ട്. ഓക്കെ, അപ്പോൾ പപ്പ ലഞ്ച് കഴിക്കാൻ റെഡി ആയിരിക്കാണ്. ഇതെന്നെ പപ്പ.
ഹായ് പറയൂ. പപ്പയ്ക്ക് എപ്പോഴും കമ്പനി കൊടുക്കണ തന്നെ എൻ്റെ സൂപ്പർ ഹീറോ, അനദർ സൂപ്പർ ഹീറോ. സേ ഹായ്. ലഞ്ചിനൊന്നുമില്ല എന്നല്ല, കാര്യമായിട്ടൊന്നുമില്ല. ചോറും സാമ്പാറും കൈപ്പിക്ക തോരനാണ്. ഇതാണ് എൻ്റെ നാഥോൻ. ഹലോ. ആ, പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 ചെറിയ മക്കൾക്കും കിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ പേര് നിമിഷ എന്നാണ് കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കാച്ചി കിച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. പപ്പ എപ്പോഴും കണ്ണൻ്റെ കൂടെ ഇരുന്നിട്ട് ലഞ്ച് കഴിക്കണം ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഇരുന്ന് ലഞ്ച് കഴിക്കുള്ളൂ. ചുന്തിരി വാവേ, ഈ ചുന്തിരിക്ക് 7 മാസമായിട്ടുള്ളൂ. 2 പോനിയൊക്കെ കെട്ടിയിട്ടുണ്ട്, 2 ചോട്ടി. ദേനാ പിന്നില് 2 ചോട്ടി. അവൾക്ക് ക്യാമറ നോക്കണം. ദേനാ 2 ചോട്ടി കെട്ടിയിട്ടുണ്ട്. ചുന്തിരി എന്താ കാണുന്ന? കൗ കാണാനോ? കൗ കാണാ? ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വ്യൂ കേട്ടോ. മോനൂട്ടാ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയ കാലത്ത് ഡൈനിങ് ടേബിൾ ഇല്ലാത്ത കാലത്ത് വരെ നമ്മളെല്ലാ സമയത്തും ഞങ്ങൾ ലഞ്ചും ഡിന്നറും ഒന്നിച്ച് ഇരുന്നിട്ടാണ് കഴിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ സമയമേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്കൂളിൽ പോകും, മമ്മി സ്കൂളിൽ പോകും, പപ്പ ഓഫീസിൽ പോകും. അപ്പോൾ നമുക്ക് തീരെ സമയം ഉണ്ടാവാറുണ്ടായിരുന്നില്ല രാവിലെ ഒന്നിച്ചിരുന്ന് കഴിക്കാനും സംസാരിക്കാനൊന്നും. അപ്പോൾ ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്തിരുന്നു ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കും. അവരവരുടെ ദിവസത്തിനെ പറ്റി കാര്യങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യും. അത് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ വന്നു കഴിഞ്ഞാലും എല്ലാവരുടെ വഴി തന്നെയായി, കുറേ ഫാമിലിയൊക്കെ വലുതായി. എന്നാലും ഞങ്ങൾ ഈ ലഞ്ച് സമയത്ത് ഉച്ചയ്ക്ക് വന്നിരിക്കും, അങ്ങോട്ടും സംസാരിക്കും, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതും നല്ല കാര്യമല്ലേ. ഫാമിലി ആകുമ്പോൾ നമുക്ക് നിറയെ കാര്യങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യാനും സംസാരിക്കാനും സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ പറ്റണം. അതാണ് ഫാമിലി. അപ്പോൾ ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ ആയി, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ബാക്കി മറ്റവരെല്ലാവരും കഴിച്ചു, ഞാനും നിമിഷം മാത്രം കഴിക്കാൻ ബാക്കിയാണ്. അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇതന്നെ ഉണ്ടായി. ഹായ് പറയൂ. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഐ തിങ്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം ഇവരൊക്കെ ആദ്യമായിട്ടാണ് സ്ക്രീനിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി ചമ്മലൊക്കെ ഉണ്ട് എല്ലാവരും. അവർ വിചാരിക്കുന്നത് ഞാൻ ശരിക്കും എടുക്കുന്നില്ല അവരുടെ വീഡിയോസൊക്കെ. കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ. എൻ്റെ നിമിഷൻ്റെ ഭക്ഷണം ബാക്കിയാണ്, കുട്ടികൾക്ക് കൊടുത്തു. അവർക്ക് 2 പേർക്കും കൊടുത്തു. ഞങ്ങളുടെ ഭാഗ്യം മെയ്ഡ് ഓൾറെഡി വന്നു. അവർ ചെയ്തിട്ട് പോണ മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് എണിക്കണം. സോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഓരോരോ ആൾക്കാർ ഓരോരോ സ്ഥലത്ത് സൈഡായിട്ടുണ്ട് കേട്ടോ, കിടന്നു. അപ്പോൾ ഞാൻ ഇയാളെല്ലാം ഓർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ ഹോപ്പ് ടു സീ യു സൂൺ. ബൈ.